പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു കുട്ടി ഉടുപ്പ് തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് മൊത്തം ഒരു 15 ഇഞ്ച് ഇറക്കമുള്ള ഒരു കുട്ടിയുടുപ്പാണ് നമ്മൾ തയ്ക്കാൻ പോണത്. അതിന് യോക്ക് പോർഷനിൽ ഞാൻ വേറൊരു പീസാണ് വെക്കുന്നത്. ഈ കളറ് പീസാണ് ഞാൻ വെക്കുന്നത്. ടോട്ടൽ 15 ഇഞ്ച് ഇറക്കമുള്ള ഒരു ഉടുപ്പാണ്. നോക്കാം നമുക്ക്. യോക്ക് പോർഷന് ഒരു 5 ഇഞ്ച് ഇറക്കമുള്ളത് വരും. ബാക്കി ഈ തുണിയിലാണ് നമ്മൾ എടുക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു 13 ഇഞ്ചിൽ ഇറക്കം അടയാളപ്പെടുത്താം. ഈ തുണിയുടെ മൊത്തം വണ്ണം തന്നെ എടുത്തിട്ട് 13 ഇഞ്ച് ഇവിടെ എടുക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 ഇഞ്ച് ഇറക്കവും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ചിലേക്ക് അടയാളം കൊടുത്തിട്ട് ചെറിയൊരു കൈക്കുഴി വരയ്ക്കാം. ഇങ്ങനെ വരച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഗ്രീൻ കളറിലുള്ള ഈ പീസ് ഒരു 8 ആക്കിയിട്ട് മടക്കിയിട്ടിട്ട് അത് ഒരു അടയാളം കൊടുക്കുക. 2 ഇഞ്ച് കഴുത്തകലം, 2 ഇഞ്ച് കഴുത്തിറക്കം കൊടുത്തതിന് ശേഷം അത് ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ അടയാളം കൊടുക്കുക. എന്നിട്ട് ഒരു കഴുത്തിൻ്റെ ഷേപ്പായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു 3 ഇഞ്ച് കഴുത്തകലം ഷോൾഡർ പോലെ വരച്ചിട്ട് അതേ ഷോൾഡർ തന്നെ താഴേക്ക് ഇങ്ങനെ 3 ഇഞ്ചായിട്ട് അതൊന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് നിവർത്തിയിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ട് 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതങ്ങ് മാറ്റി വെക്കാം. ഇനി അത് താഴത്തെ പാവാട പോർഷൻ്റെ കൈക്കുഴിയുടെ ഭാഗം നമ്മളൊന്ന് മറിച്ചടിക്കുന്നുണ്ടായിരുന്നു. പാവാട പോർഷൻ്റെ കൈക്കുഴിയുടെ ഭാഗം നിലവശം തീർത്തുവശം വെച്ചിട്ട് ഒന്ന് കൈക്കുഴി അടിച്ചിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് 3-4 ചുരുക്കം ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് അത് മാറ്റി വെക്കാം. അതേപോലെ തന്നെ ബാക്ക് പീസും അതേപോലെ ചുരുക്കിട്ട് സെൻറ്ററിൽ ചുരുക്കിട്ടിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി യോക്ക് പോർഷനിലെ പീസ് എടുത്തിട്ട് ഇതിങ്ങനെ റൗണ്ടിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ പീസിൻ്റെ തന്നെ 2 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് ഒരു വശം ഓപ്പൺ ആക്കി വെച്ചിട്ടതിന് ശേഷം 2 വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ടിത് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മറിച്ചെടുത്തിട്ട് കാണും. ഇത് കട്ടിട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുത്തിട്ട് ഇതുപോലെ മറിച്ചെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ സെൻറ്റർ പോർഷൻ വെച്ചിട്ട് നമ്മൾ തിരിച്ചിടാം. അതായത് ആ കട്ട് ചെയ്ത ഭാഗം ബാക്ക് പീസായിട്ട് അത് മറിച്ചിടണം. അതിന് ശേഷം കൈക്കുഴിയുടെ ആ അളവ് കണക്കാക്കിയിട്ട് ഓരോ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് ആ യോക്ക് പോർഷൻ ആ പാവാട പോർഷനിലേക്ക് ചേർത്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. നാല് വശവും കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ഓരോ വശത്ത് കൂടുതലാവാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ അളവ് കൊടുത്തതിന് ശേഷം 2 പീസും കറക്റ്റായിട്ട് ആ സെൻറ്റർ പോർഷൻ തന്നെ ചുരുക്കി വരത്തക്ക രീതിയിൽ അടിച്ച് ഇതേപോലെ മറിച്ചെടുക്കണം.
കഴുത്തിൻ്റെ പോർഷൻ വരുന്നതും യോക്ക് പോർഷൻ്റെ ആ ഫ്രില്ല് വെച്ച പോർഷൻ വരുന്ന ഭാഗവും ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും കൂടി കൂട്ടി യോജിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയ അതിമനോഹരമായ ഉടുപ്പ് ഇവിടെ തയ്ച്ച് റെഡിയായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.